ഹലോ, കിടന്നായിരുന്നു നീ? കഴിച്ചോ? കഴിച്ചു തുടങ്ങിയതായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഒച്ചയും ബഹളമായിട്ട് അതങ്ങ് അവസാനിച്ചു. കാരണമൊക്കെ ഒന്ന് തന്നെ, നീയും ഞാനും. ശരിയാവില്ല, ഒന്നും ശരിയാവില്ലടോ. നമ്മൾ പൊതുവെ വൻ ഹിപ്പോക്രൈറ്റ്സാണ്. പറയുമ്പോൾ വലിയ സാക്ഷരതയുള്ളവരും പുരോഗമനവാദികളും ഒക്കെയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചുറ്റുമുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്. തോന്നലൊന്നുമല്ല. ഇതിപ്പോൾ എത്ര നാളായി? ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? നീ എന്തോ ചെയ്തിട്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കാത്തതെന്ന്. എൻ്റെ തലയെ കൈവശമൊക്കെ പ്രാർത്ഥിപ്പിക്കാൻ പോവാ, കൈവശം കൂടോത്രമൊക്കെ ഒഴിപ്പിക്കാൻ. അങ്ങനെ വഴിയാ ഞാൻ നിന്നെ സമ്മതിക്കൂ? അല്ലെങ്കിലും ഏത് ദൈവമാടൂ സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന പോലെ സെൽഫ്ലെസ് ആയിട്ട് പരസ്പരം സ്നേഹിക്കാനാണ് വേദപുസ്തകത്തിൽ പോലും പറയുന്നത്. ആൻഡ് യു നോ സംതിങ്, അവർ ഗോഡ് ഈസ് ആൻ ഓസം സെൻസിബിൾ ഗോഡ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. അറിയില്ല, മനസ്സിലാവാഞ്ഞിട്ടാണോ മനസ്സിലായിട്ടില്ലെന്ന് നടിക്കുന്നതാണോ? നിന്നോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടോ എന്നോട് സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടൊന്നും അല്ല. അവർക്ക് പേടിയാണ് ആക്ച്വലി, ചുറ്റുമുള്ളവരെ, ബന്ധുക്കളെ, അവരുടെ കുത്തുവാക്കുകളെ. ഇപ്പോൾ എനിക്ക് വരുന്ന കല്യാണാലോചന പോലും ഇവരുടെയൊക്കെ പ്രഷറിൻ്റെ പേരിലാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ചീറ്റ് എ ഗേൾ. ജീവിക്കുന്നെങ്കിൽ അത് നിൻ്റെ ഒപ്പം, മരിക്കുന്നെങ്കിലോ അതപ്പോഴല്ലേ. ഇവരെയൊന്നും പേടിച്ച് മരിക്കാൻ ഞാനില്ല, നിന്നെ അതിന് വിടുകയില്ല. വി വിൽ ലിവ് ടുഗെദർ. പേടിയുണ്ടോ എൻ്റെ കൂടെ വരാൻ? എങ്ങോട്ടാണെന്നോ അതറിയില്ല. എന്നെ നിന്നെ അറിയുന്നവരുടെ ജീവിക്കുമ്പോഴല്ലോ പ്രശ്നം. നമ്മളറിയുന്ന ആളുകളില്ലാത്തൊരു നാട്ടിലേക്ക് പോകും. അവിടെ നമുക്ക് ആരെയും പേടിക്കാം, നമ്മളായി തന്നെ ജീവിക്കാം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ, നമുക്ക് ചുറ്റുമുള്ളവരെ, ഒരു പക്ഷെ പുതിയ കുറേ ആളുകളെ. പോകാടോ നമുക്ക്. എങ്ങോട്ടാ? റോഡിങ്ങനെ കിടക്കല്ലേ, പോയി നോക്കാം.